നമുക്കൊരു ഐസ്ക്രീം തയ്യാറാക്കി നോക്കാമേ. അതിലേക്ക് ഇവിടെ 6 ഗ്ലാസ് പാലും 3 ഗ്ലാസ് പഞ്ചസാരയും 6 സ്പൂണ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഈ സ്പൂണിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ആ പരുവാണ് നമുക്ക് വേണ്ടത്. തയ്യാറാക്കിയതിൽ നിന്ന് പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് അടിച്ച് ഒരടപ്പുള്ള പാത്രത്തിൽ ഒഴിച്ച് ഫ്രീസറിൽ വെക്കാം. ബാക്കിയിരിക്കുന്ന പകുതിയിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ കോഫി പൗഡർ, 2 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് മിക്സിയിലടിച്ച് അടപ്പുള്ള പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കാം. ഒരു ദിവസം ഫ്രീസറിൽ വെച്ച ശേഷം അടുത്ത ദിവസം നമ്മൾ വീണ്ടും അതെടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മൾ ഓരോന്നും എടുത്ത് മിക്സിയിലടിച്ച് വീണ്ടും നമ്മളത് ഫ്രീസറിൽ തന്നെ ഒരു ദിവസം കൂടെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് നന്നായി സെറ്റായിട്ട് നന്നായിട്ട് പാകമായിട്ടുണ്ടാകും. അപ്പോൾ അത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 നിന്ന് ഓരോ സ്പൂൺ എടുത്ത് വെച്ച ശേഷം നമുക്ക് ചോക്ലേറ്റ് സിറപ്പാണ് പിന്നെ അതിലേക്ക് ഒഴിക്കുന്നത്. അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ് നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീട്ടിൽ ഐസ്ക്രീം തയ്യാറാക്കുന്നുള്ളവർ ഇത് ഫോളോ ചെയ്യണേ. ഓക്കെ, ബൈ.